നിങ്ങളെ കയ്യിൽ ഒരു കപ്പ് അരിയുണ്ടോ? എങ്കിൽ നമുക്ക് നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന സോഫ്റ്റ് ആയിട്ടുള്ള അരിയുണ്ട ഉണ്ടാക്കി നോക്കിയാലോ. ഒരു കപ്പ് അരിയും കുറച്ച് തേങ്ങയും 2-3 ആണി ശർക്കരയും മാത്രം മതിട്ടോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഈ അരിയുണ്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അരി ഞാൻ എടുത്തിട്ടുണ്ട്. ഏതരിയായാലും കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിൽ റേഷൻ അരി ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. അരി കഴുകിയെടുക്കുക. കഴുകിയിട്ട് ഇതുപോലെ അരിപ്പയിൽ കുറച്ച് സമയം ഒന്ന് ഊറ്റി വെക്കുക കേട്ടോ, ഒന്ന് ഡ്രൈ ആയി കിട്ടുന്നവരെ. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. സാധാരണ നമ്മൾ അരി പൊടിക്കാൻ വേണ്ടിയിട്ട് വറുത്തെടുക്കൂലേ, അതുപോലെ തന്നെ വറുത്തെടുക്കുക. പണ്ട് മുതലേ ഉള്ള ഒരു നാടൻ പലഹാരമാണല്ലേ ഈ അരിയുണ്ട എന്ന് പറയുന്നത്. നമ്മൾ എവിടെങ്കിലും യാത്രയൊക്കെ പോകുമ്പോൾ ഇതുപോലെ കുറച്ചുണ്ടാക്കി കയ്യിലൊക്കെ എടുത്താൽ കുട്ടികൾക്കൊക്കെ വഴിയിൽ നിന്നൊക്കെ കൊടുക്കാനും ഒക്കെ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണല്ലോ. നമുക്ക് നമ്മളെ കയ്യിൽ കപ്പലണ്ടിയോ അതുപോലെ അണ്ടിപ്പരിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ അരി വറുക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ അതും കൂടെ ഒന്ന് വറുത്തെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പം എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതാ നമ്മൾ അരി വറുത്ത് ഏകദേശം ഇതുപോലെ പൊരിഞ്ഞ് വരല് തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ചൂടാവുന്ന സമയം തന്നെ അരി ഇങ്ങനെ പൊട്ടി വരും. അപ്പം നന്നായിട്ട് കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അരി വറുക്കുന്ന സമയത്ത് കുറച്ച് ചുവട് കട്ടിയുള്ള അടി കട്ടിയുള്ള പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക, എന്നാൽ കരിഞ്ഞൊന്നും പോകില്ല. അപ്പോൾ ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറായ സമയത്ത് നമ്മൾ അരി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് അരിയുണ്ടൻ്റെ റെസിപ്പികൾ ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയി കിട്ടിയ റെസിപ്പിയാണിത്. ഇനി ഇതിലേക്ക് 3 ആണി ശർക്കര എടുത്തിട്ടുണ്ട്, ഒന്ന് പാനിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. മധുരമൊക്കെ നമ്മൾ ആവശ്യത്തിന് അനുസരിച്ച് എടുക്കുക. കുറച്ച് മധുരം ഉണ്ടായാലേ ഈ അരിയുണ്ട ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം വെച്ചിട്ട് ശർക്കര ഒന്ന് കുത്തിപ്പൊടിച്ചിട്ട് ഇത്തിരി വെള്ളം വെച്ചിട്ട് ഒന്ന് പാനിയാക്കി എടുക്കുക. ഇതിലെന്തെങ്കിലും കരടോ കാര്യമോ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാട്ടോ ഒന്ന് പാനിയാക്കി എടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ശർക്കരേൻ്റെ പൊടിയാണുള്ളതെങ്കിൽ അങ്ങനെ എടുത്താലും മതി. എന്നിട്ട് നമ്മൾ അരി വറുത്തതും എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ശർക്കര പാനിയും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ജീരകവും അതുപോലെ ഒരു 4 ഏലക്കായും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തേങ്ങ മുഴുവനായിട്ട് ചെറുക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം 1.5 കപ്പോളം ഉണ്ട്. തേങ്ങ എത്ര എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് അരിയുണ്ട നല്ല ടേസ്റ്റ് കൂടും. കുറച്ച് കൂടുതലായെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് വറുത്ത് വെച്ച അരി ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അരി മുഴുവനായിട്ടും മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ജാറിലേക്കാണെങ്കിൽ കുറേശ്ശെ ഇട്ടിട്ട് പൊടിച്ചാൽ മതി. നല്ല നൈസായിട്ട് പത്തിരിപ്പൊടി പോലെ അങ്ങനെ പൊടിയണമെന്നൊന്നുമില്ല. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടിയാൽ മതി. ചെറിയ തരിയൊന്നും ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ആ മുഴുവനായിട്ടും അരി പൊടിച്ചതിന് ശേഷം ഇനി ആ പൊടിച്ച പൊടി കുറേശ്ശെ എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചിരകി വെച്ചിട്ടുള്ള തേങ്ങയില്ലേ, ആ തേങ്ങയിൽ നിന്ന് കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ തേങ്ങയുടെ നനവിലും ശർക്കരപ്പൊടിയും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ ശരിക്കും ഈ അരിയുണ്ട റെഡിയാക്കേണ്ടത്. അതിൻ്റെ ആ ഒരു നനവിലാണ് അതിങ്ങനെ ഒന്ന് സെറ്റായി കിട്ടേണ്ടത്. നമ്മളിപ്പോൾ ഇവിടെ ശർക്കരയിൽ എന്തെങ്കിലും കരടോ കാര്യം ഉണ്ടെങ്കിൽ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ പാനിയാക്കിയത്. ഇനി ആ പാനിയാക്കി വെച്ച ശർക്കര അതിലേക്ക് ഒഴിച്ച് ജീരകവും ഏലക്കായും കൂടെ ഇട്ടിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ 1-2 പ്രാവശ്യമായിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക മുഴുവനായിട്ടും. നമ്മൾ അരിയും തേങ്ങയും എല്ലാം കൂടെ കൂട്ടി പൊടിക്കുന്ന സമയത്ത് ഇത് കുറേ ആയി വരും. നമുക്ക് ഇത്ര അളവിൽ ഒരു കപ്പ് അരിയും ഈ ഒരു തേങ്ങേൻ്റെ അളവിൽ നമുക്കൊരു 15 അരിയുണ്ട വരെ ആക്കിയെടുക്കാം. ഇനി ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ പശുനെയ്യ് കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് പശുനെയ്യ് ചേർത്താൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും, അത്ര തന്നെ. എന്നിട്ട് എല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അധികം ഈ തേങ്ങ ഇതിൽ കൂട്ടി അരച്ചത് കൊണ്ട് ആ തേങ്ങാപ്പാലും അതുപോലെ കുറച്ച് ശർക്കര ഉരുക്കിയത് ഒഴിച്ചതും എല്ലാം കൂടെ ചേർന്നിട്ട് ഇത് നല്ല സെറ്റായി കിട്ടും കേട്ടോ. ഇനി ഓരോരോ ഉരുളകളാക്കി എടുക്കുക. ഇതുപോലെ കയ്യിലെടുത്തിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല സെറ്റായിട്ട് കിട്ടും. ഇതിങ്ങനെ തന്നെ അപ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇനി കൂടുതൽ ദിവസം വെക്കണമെന്നുണ്ടെങ്കിൽ നല്ല എയർ ടൈറ്റുള്ള ഒരു കുപ്പിയിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ച് ദിവസം കേടാവാതിരിക്കും. ചായൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കാം. ഇനി നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ അധികം ഒന്നും വെക്കാൻ പറ്റില്ല. ഒരു 2 ദിവസം വരെയൊക്കെ അങ്ങനെ തന്നെ വെക്കാം. ടേസ്റ്റിലൊന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ പല പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഈ ഒരു റെസിപ്പിയായിട്ട് എനിക്ക് പെർഫെക്റ്റായി കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോഴാണ്.
ഇത് കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ചായൻ്റെ കൂടെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പലഹാരത്തിനേക്കാളും എത്രയോ നല്ലതാണല്ലോ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. യാത്ര പോകുന്ന സമയത്ത് കയ്യിൽ കരുതാനും ഒക്കെ പറ്റും കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.